ഇപ്പോൾ ഫറോക്കിൽ നിന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് വന്നത്. നേരത്തെ അവിടെ ചില പ്രശ്നങ്ങൾ LDFും UDFും തമ്മിൽ ഉണ്ടായിരുന്നു ഒരു ബൂത്തിൽ. പക്ഷേ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. കനത്ത പോരാട്ടം തന്നെയാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത്. മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിലുള്ള പോരാട്ടം അത് കേരളം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒന്നാണ്. കനത്ത പോളിംഗ് കോഴിക്കോട് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളും. പതിവായി കോഴിക്കോട് ജില്ലയിൽ ഇതേ രീതി തന്നെയാണ്. വടക്കൻ കേരളത്തിൽ പൊതുവേ മികച്ച പോളിംഗ് ആണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തവണ പോളിംഗ് ശതമാനം അത് ഏത് ജില്ലയിലായിരിക്കും കൂടുതൽ എന്ന് നോക്കുമ്പോൾ അവിടെ SIR ഒരു മുഖ്യ ഘടകമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വടക്കൻ കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. അതേസമയം തെക്കൻ കേരളത്തിൽ വോട്ടർമാരുടെ എണ്ണം കുറവാണ് കൂടുതൽ മണ്ഡലങ്ങളിലും എന്ന അതിപ്രധാനമായ ഒരു ഘടകം കൂടിയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ പല മണ്ഡലങ്ങളിലും അതിൽ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് വോട്ടർമാരുടെ എണ്ണം 2021 കുറവാണ്. അതുകൊണ്ട് പോളിംഗ് ശതമാനം വളരെ നിർണായകമായി മാറും. ആകെ പോൾ ചെയ്യുന്ന വോട്ടർമാരുടെ എണ്ണം പ്രധാന ഘടകമായിട്ട് മാറും. എന്തായാലും ഇതുവരെ 12 മണി വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 40% എന്നുള്ളതാണ് കേരളത്തിൽ ആകെ 2,71,00,000 വോട്ടർമാരിൽ 40% വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ ചില ദൃശ്യങ്ങൾ കാണാം. അത് ഫറോക്കിൽ നിന്നാണ് അല്ലേ? ഇത് ഫറോക്ക് ചന്തയിലാണ്. അത് ബേപ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഇടമാണ്. അവിടെ UDFന്റെയും LDFന്റെയും പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷമാണ്. അവിടെ LDFന്റെ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നില്ല ആ ബൂത്തിൽ. അങ്ങോട്ട് കയറിയതാണ് പ്രശ്നത്തിനിടയാക്കിയത്. അവിടെ UDF പ്രവർത്തകർ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു. തുടർന്ന് രണ്ട് കൂട്ടരും തമ്മിലുള്ള വാക്കേറ്റം ഉണ്ടായി. നിരവധി UDF പ്രവർത്തകർ സ്ഥലത്തുണ്ടെന്ന് LDFും ആരോപിക്കുന്നുണ്ട്. അതായത് വോട്ടില്ലാത്ത ഇതേ ബൂത്തിൽ വോട്ടില്ലാത്ത UDF പ്രവർത്തകരും അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം LDFും ആരോപിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഇപ്പോൾ MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത് LDF UDF സംഘർഷത്തിന് കാരണം ഈ കള്ളവോട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ആണോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? പ്രധാനമായും ഈ പോളിംഗ് ബൂത്തിൽ വോട്ടില്ലാത്ത ചില ആളുകൾ എത്തിയെന്ന ഒരു ആക്ഷേപമാണ് UDF പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. അത് LDFന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് അവിടെ പുറത്തുനിന്നുള്ള ആളുകൾ എത്തിയതെന്ന് അവർ പറയുകയായിരുന്നു. എന്നാൽ LDF പ്രവർത്തകർ തിരിച്ചടിക്കുന്നത് പുറത്തുനിന്നുള്ള UDF പ്രവർത്തകരും അവരുണ്ട്, അവരെ വേണമെങ്കിൽ കാണിച്ചു തരാം എന്നും ചൂണ്ടിക്കാട്ടി അവിടെയും ചിലരുണ്ട് എന്ന ഒരു രീതിയിലേക്ക് പോവുകയായിരുന്നു. ഇതേ തുടർന്നാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവുകയും ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. പക്ഷേ എന്നാൽ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇടപെടുകയും മറ്റവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട് ഇരുപക്ഷത്തെയും രണ്ടുവശത്തേക്കും തിരിച്ചു വിടുകയായിരുന്നു. എന്തായാലും നമുക്കറിയാം, ഏറെ ചൂടും ചൂരും ഒക്കെ നിറഞ്ഞ ഒരു പോരാട്ടമാണ് ഇത്തവണ ബേപ്പൂരിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിലുള്ള പോരാട്ടം, പിണറായി വിജയനെതിരെയും മൻമോഹൻ സിംഗിനെതിരെയുമുള്ള പോരാട്ടമൊക്കെ എന്നൊക്കെ വിശേഷിപ്പിച്ചാണ് രംഗത്തേക്ക് ഇറങ്ങിയത്. അതിൽ റിയാസിനെ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള ഒരു പ്രവണതയാണ് ബേപ്പൂരിൽ കണ്ടത്. പണാധിപത്യം വല്ലാതെ കീഴടക്കുന്നു, ബൂത്ത് നേതാക്കളെ പോലും പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ PV അൻവറിന്റെ ക്യാമ്പ് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പരാജയ രീതിയിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും അതിന്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഇപ്പോൾ ബേപ്പൂരിലെ പലയിടങ്ങളിലും ആളുകൾ തമ്മിൽ വലിയ ജാഗ്രതയോടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അത്തരമൊരു ജാഗ്രതയുടെ ഭാഗമാണ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, പുറത്തുനിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ബൂത്തിൽ വോട്ടില്ലാത്ത മറ്റു ബൂത്തിൽ വോട്ടുള്ള ആളുകളൊക്കെ തങ്ങേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ആ പ്രശ്നങ്ങൾ തൽക്കാലം പറഞ്ഞ് പരിഹരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജു, ശരി, ഇതിപ്പോൾ നടക്കുന്നത് ഫറോക്കിലായിരുന്നു. ആ പ്രശ്നം പരിഹരിച്ചു. അവിടെ UDFും LDFും തമ്മിലുള്ള വാക്കേറ്റം ഇത് പലയിടങ്ങളിലും കാണുന്ന ഒന്ന് തന്നെയാണ്. ഫറോക്ക് ചന്ത, പ്രത്യേകിച്ച് ബേപ്പൂരിൽ കനത്ത പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. PV അൻവർ മുഹമ്മദ് റിയാസ് പോരാട്ടം, ഓരോ വോട്ടും നിർണായകമായ സ്ഥലം. അവിടെയാണ് UDF LDF പ്രവർത്തകർ തമ്മിലുള്ള ഇങ്ങനെ ഒരു സംഘർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ പ്രശ്നം തൽക്കാലം പരിഹരിച്ചിട്ടുമുണ്ട്. ഇതേ രീതിയിൽ തന്നെ കാസർഗോഡ് പുത്തിലോട്ട് AUP സ്കൂളിലും വാക്കേറ്റമുണ്ടായി. UDF സ്ഥാനാർത്ഥി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് പരാതി വന്നിരിക്കുന്നത്. അത് UDF സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യർക്കെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്.
ഈ സംഭവം ഉണ്ടായിരിക്കുന്ന കാസർഗോഡ് പുത്തിലോട്ട് UP സ്കൂളിലാണ്. UDF സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. ഈ സ്കൂളിലെ 137-ാം നമ്പർ ബൂത്തിലാണ് സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി വന്നിരിക്കുന്നത്. UDF ഏജന്റ് കള്ളവോട്ട് ആരോപിച്ചതിനെ തുടർന്നാണ് തർക്കം ഉണ്ടായത്. വോട്ട് ചെയ്യാനെത്തിയ ആൾ തന്റെ വോട്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ ബൂത്തിനുള്ളിൽ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. ഈ സമയത്താണ് സന്ദീപ് വാര്യർ ബൂത്തിലെത്തിയത്. അവിടെ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി സന്ദീപ് വാര്യർ എന്നാണ് പരാതി വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ ബൂത്തിനുള്ളിൽ വലിയ തോതിലുള്ള വാക്കേറ്റത്തിനും കാരണമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രജീഷ് ചേരുന്നുണ്ട്. രജീഷ്, ഇപ്പോഴും ഈ വാക്കുതർക്കം തുടരുകയാണോ? സന്ദീപ് വാര്യർ വന്ന് രംഗം വഷളാക്കുകയായിരുന്നു. ഇതാണോ LDFന്റെ പരാതി? മഞ്ജുഷ, ആ രീതിയിലാണ് LDF നേതാക്കൾ ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് സംഭവം. കാസർഗോഡ് പിലിക്കോട് പഞ്ചായത്തിലെ പുത്തിലോട്ട് AUP സ്കൂളിലെ 137-ാം നമ്പർ ബൂത്തിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. UDF സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുന്നതായാണ് LDF നേതാക്കൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. UDF ഏജന്റാണ് ആദ്യം കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ വോട്ട് ചെയ്യാൻ എത്തിയ വ്യക്തി അത് തന്റെ വോട്ടാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞതോടെ ബൂത്തിനുള്ളിൽ വാക്ക് തർക്കം ഉടലെടുക്കുകയായിരുന്നു. ഈ സമയത്ത് ബൂത്തിലെത്തിയ സന്ദീപ് വാര്യർ പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതായ ഒരു സംഭവമാണ് ഉണ്ടായത്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും സന്ദീപ് വാര്യർ ഭീഷണി സ്വരം ഉയർത്തിയത് CPM നേതാക്കൾ LDF നേതാക്കൾ ഉന്നയിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ ബൂത്തിനകത്ത് വലിയ തോതിലുള്ള അസ്വസ്ഥതക്കും വാക്കേറ്റത്തിനും കാരണമായതായി നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് LDF പ്രവർത്തകരും മറ്റ് ഏജന്റുമാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. അല്പസമയത്തിനകം വരും. ഇതിപ്പോൾ രജീഷ, ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും വലിയ പ്രശ്നമുണ്ടായ ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ മണ്ഡലം. അവിടെ സന്ദീപ് വാര്യരെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് സമാന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് വാര്യരും LDF പ്രവർത്തകരും തമ്മിലുള്ള ഈ വാക്ക് തർക്കം ഇപ്പോൾ സംഭവം ശമിച്ചിട്ടുണ്ടോ? ഈ പ്രിസൈഡിംഗ് ഓഫീസർ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ടോ? മഞ്ജുഷ, തൃക്കരിപ്പൂർ മണ്ഡലം എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ ഇത് പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സന്ദീപ് വാര്യരെ കളത്തിലിറക്കിയിട്ടുള്ളത്. ആ രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത്. അതിന്റെ ഒരു തുടർച്ചയെന്നോണം സന്ദീപ് വാര്യർ ഊർജ്ജസ്വലമായി തന്നെ മണ്ഡലത്തിൽ പ്രചരണ രംഗത്തും തെരഞ്ഞെടുപ്പ് രംഗത്തും ഒക്കെ സജീവമായി നിൽക്കുന്നതായി കാണാൻ പറ്റുന്നത്. ഏത് പ്രശ്നം നടക്കുമ്പോഴും അവിടെ ഓടിച്ചെല്ലുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് പുത്തിലോട്ട് സ്കൂളിലും സന്ദീപ് വാര്യർ ഒരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഓടിയെത്തിയത്. എന്നാൽ സന്ദീപ് വാര്യരുടെ ഒരു പെരുമാറ്റം ഉദ്യോഗസ്ഥരെയും പോലീസുകാരെ പോലും ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലയിലായിരുന്നു. ഇതോടെയാണ് CPM പ്രവർത്തകരും രംഗത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.